ഏട്ടാ അനിയ ഏട്ടാ അനിയ പറയൂ. കോപ്പിലെ വണ്ടി ഓടിച്ചോടിച്ച് മടുത്ത് നമുക്കൊരു ഫോർച്യൂണർ എടുത്താലോ? അതിനിപ്പോ എന്ത് റേറ്റ് വരുന്നുണ്ട്? ഒരു 40-50 ലക്ഷം. ഓ അത്ര ഉള്ളോ? നിൽക്കട്ടെ ഒരു മിനിറ്റ്, ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാം. അവനെ ഈ വണ്ടി എടുക്കണം പറഞ്ഞാൽ നമുക്ക് 3 മാസം അടി ഉണ്ടാക്കണ്ടേ? 3 മാസോ? അത് കുഴപ്പമില്ല, നമുക്കിന്നാ തുടങ്ങാം. അച്ഛനോട് പോയി സ്ക്രിപ്റ്റ് ചെയ്താൽ മതി. താങ്ക് യു ഏട്ടാ. അനിയ ഏട്ടാ അനിയ. ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മളൊരു സ്കാമിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ അവിടെ പറയാൻ പോകുന്നത് ബെറ്റിംഗ് കമ്പനിക്കാരെ ട്രേഡിംഗ് കമ്പനിക്കാരെ നടത്തുന്ന സ്കാം അല്ല, പൊളിറ്റീഷ്യൻസ് ബ്രിഡ്ജ് കെട്ടുന്ന പറഞ്ഞിട്ട് കെട്ടാണ്ടിരുന്ന സ്കാമും അല്ല. ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു ഫാമിലി വ്ളോഗറുടെ സ്കാമിനെ പറ്റിയിട്ടാണ്. കേരളത്തിലെ ബിഗ്ഗസ്റ്റ് സ്കാം ഓഫ് 2025. നമ്മൾ എത്രയോ ആക്ടേഴ്സിന്റെ ഫാമിലി കണ്ടിട്ടുണ്ട്, പക്ഷെ ഒരു ഫാമിലി ഫുൾ ആക്ടേഴ്സ് ആവുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. 2025 യൂട്യൂബിന്റെ ട്രെൻഡിംഗ് പേജിൽ പ്രഗ്നൻസി വീഡിയോ, ഡെലിവറി വീഡിയോ ഒക്കെ വരുന്നത് കേരളത്തിൽ മാത്രമായിരിക്കും. ഞാൻ ഓൾറെഡി ഫാമിലി വ്ളോഗേഴ്സിനെ പറ്റി 2 റോസ്റ്റ് വീഡിയോ ചെയ്തതാണ്. ആ വീഡിയോസിലൊക്കെ ഞാൻ ലേബർ റൂം വ്ളോഗും പ്രഗ്നൻസി വ്ളോഗൊക്കെ ചെയ്തത് ഞാൻ റോസ്റ്റ് ചെയ്തത്. ബട്ട് എനിക്കിപ്പോ വിശ്വാസമുണ്ട് ഗൈസ്, അവർ കുറച്ചെങ്കിലും മാറിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ ഫാമിലി വ്ളോഗേഴ്സ് യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് വരുന്നത് ഫസ്റ്റ് നൈറ്റ് വ്ളോഗാണ്. ഫസ്റ്റ് നൈറ്റ് കുളമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ എനിക്ക് കുറച്ച് നാണമൊക്കെ ഉണ്ടാവും കേട്ടോ, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഫസ്റ്റ് നൈറ്റ് വ്ളോഗ് എടുത്ത് യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി നിനക്ക് നാണമുണ്ട്. We are divorced or not? ഞങ്ങളോട് ചോദിക്കണം എന്തിനാ? ഡിവോഴ്സ് ഒന്നും ആയിട്ടുണ്ടാവില്ല, അവൻ നിന്റെ അടുത്ത് പ്രാങ്ക് ചെയ്തിരിക്കും. ഹസ്ബൻഡ് റിയാക്ഷൻ ടു മൈ പ്രഗ്നൻസി. ഓ സീൻ. ഇനി 1 കൊല്ലം കഴിയുമ്പോഴേക്ക് ഇവരുടെ വീട്ടിൽ ഒരു ഫോർച്യൂണർ ഉണ്ടാകും ഗൈസ്. വ്ളോഗേഴ്സിന്റെ പൈതോറസ് ഫോർമുല എന്ന് പറയുന്നത് ഗ്രോത്ത് ഓഫ് എ ചൈൽഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഗ്രോത്ത് ഓഫ് ദ ചാനൽ. ഇനി മുതൽ 1-ാം മാസം വ്ളോഗ്, 2-ാം മാസം വ്ളോഗ്, അങ്ങനെ 10-ാം മാസം വരെയുള്ള വ്ളോഗും ലേബർ റൂം വ്ളോഗ്, ഡെലിവറി വ്ളോഗും എന്തോരം കണ്ടന്റാ. ഒരു വ്ളോഗറിന്റെ ഫാമിലിയിൽ ഭാര്യ പ്രസവിക്കുമ്പോൾ ഫുള്ളി ചാർജ് ചെയ്തിട്ടുള്ള ക്യാമറയും പിടിച്ചുകൊണ്ട് ഭർത്താവ് ഫസ്റ്റ് ഇംപ്രഷൻ ഷൂട്ട് ചെയ്യുന്നുണ്ടാവും. വ്ളോഗേഴ്സിന്റെ ബിസിനസ് മോഡൽ സക്സസ് ആവുന്നത് അവരുടെ കണ്ടന്റിൽ കുട്ടികളെ മിക്സ് ചെയ്യുമ്പോഴാണ്. കുട്ടികളെ കാണിച്ചില്ലെങ്കിൽ ഇവർ എല്ലാവർക്കും ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാവും. ഇങ്ങനെയുള്ള കണ്ടന്റ് ഒക്കെ ഇന്ത്യയിൽ തന്നെ നടക്കത്തുള്ളൂ. ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാം, ഞാൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല ബ്രോ. പിന്നെ യൂട്യൂബിന്റെ സെർവർ നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഇടുന്നത്. എല്ലാ യൂട്യൂബറും പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് വീഡിയോ ഇടുന്നത്. ഞാൻ എന്നാ വീഡിയോ ഇട്ടെങ്കിൽ കൂടിയും, ഞാൻ ഒരു പ്രശ്നം പറയട്ടെ, എന്റെ ആ ഒരു വീഡിയോ ഇട്ടെങ്കിൽ കൂടി ഞാൻ ഇതിന് 10ന്റെ പൈസ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ സ്ക്രീൻഷോട്ടോ സ്ക്രീൻ റെക്കോർഡോ ഞാൻ സൈഡിൽ വെക്കാം. അത് ഇനി ആര് വന്ന് എന്റെ അടുത്ത് പറഞ്ഞാലും ഞാൻ അത് അംഗീകരിക്കത്തില്ല, കാരണം എനിക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എടാ ചെറുക്ക, ഞങ്ങളെന്താ പൊട്ടന്മാരാണോ? അതായത് നീ അപ്ലോഡ് ചെയ്ത ഫസ്റ്റ് വീഡിയോ ആണ് അത്. ഒരു യൂട്യൂബറിന് ഇട്ട ഫസ്റ്റ് വീഡിയോന് പൈസ കിട്ടത്തില്ല. ചാനൽ തുടങ്ങി മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരാഴ്ച എടുക്കാതെ അപ്രൂവ്. മോണിറ്റൈസേഷൻ കിട്ടാത്തതാണ്, അല്ലാണ്ട് നീ ഓഫ് ആക്കിയിട്ടല്ലോ. എന്തോ വലിയ ഓഫ് ആക്കിയിട്ട പോലെയാണ് പറയുന്നത്. എനിക്ക് വേണമെങ്കിൽ അത് എത്രത്തോളം കണ്ടന്റ് ആക്കാൻ പറ്റുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ ഒരു സിറ്റുവേഷൻ യൂസ് ചെയ്ത് കണ്ടന്റ് ആക്കി പൈസ ഉണ്ടാക്കാനാണെങ്കിൽ എനിക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കായിരുന്നു, ഉള്ള കാര്യം പറയാം. പക്ഷേ ഞാനത് എനിക്ക് എന്റെ ആവശ്യമില്ല, എനിക്ക് അങ്ങനത്തെ പാഷൻ എനിക്ക് വേണ്ട. മോനെ പിന്നെ നീ ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് മോനെ ഏട്ടനുമായിട്ട് അടി ഉണ്ടാക്കുന്നത്. പിന്നെ 2ാമത്തെ കാര്യം, യൂട്യൂബിനകത്ത് വീഡിയോ ഇടുന്ന ഒട്ടുമിക്ക ആളുകളുടെ പ്രൈമറി മോട്ടീവ് എന്ന് പറയുന്നത് പൈസ ഉണ്ടാക്കലാണ്. ലൈക്ക് ഇപ്പോൾ ഒരു ആഡ് വരും. ഇതൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ വീഡിയോ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് ഫസ്റ്റ് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. വിഷമങ്ങളൊക്കെ നമ്മൾ മറന്നു. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, അമ്മയും അച്ഛനെയും കൊച്ചിനെ മിസ് ചെയ്യാറുണ്ടോ, അവരെ വിളിക്കാറുണ്ടോ? കണ്ടോ ഗൈസ്, അവൻ അതിന് ആൻസർ പറഞ്ഞില്ല. ആൻഡ് ഈ വീഡിയോന്റെ ഫസ്റ്റ് പാർട്ടിലാണ് അവൻ അത് കൊണ്ടുവച്ചിരിക്കുന്നത്. ഇവനറിയാം ഈ ചാനലിലെ ഏറ്റവും വലിയ ഹോട്ട് ടോപ്പിക് ആണ് ഇതെന്ന്. ഇവനെന്തിന് ഫസ്റ്റ് ആ ക്വസ്റ്റ്യൻ കൊണ്ടുവച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ കിട്ടാൻ വേണ്ടി നമ്മൾ ആ വീഡിയോ ഫുൾ ഇരുന്ന് കാണാം. അതായത് ഒരു ഓഡിയൻസ് 8 മിനിറ്റിന് മേലെ ഒരു വീഡിയോ കണ്ടാലാണ് അതിനകത്ത് കൂടുതൽ പൈസ കിട്ടുന്നത്. 8 മിനിറ്റിന് താഴെയാണെങ്കിൽ നോർമൽ ആഡ്സ്, 8 മിനിറ്റിന് മേലെ പോയി കഴിഞ്ഞാൽ മിഡ് റോൾ ആഡ്സ്. അതുകൊണ്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഫസ്റ്റ് കൊണ്ടുവച്ചിട്ട് അതിന്റെ ആൻസർ അവസാനം പറയുന്നത്. എന്നാലാണ് അത്രയും ഭാഗം ആളുകൾ കാണത്തുള്ളൂ, അപ്പോഴാണ് ഇവന് കൂടുതൽ പൈസ കിട്ടത്തുള്ളൂ. ദിസ് ഈസ് ബിസിനസ്. ഒട്ടുമിക്ക യൂട്യൂബേഴ്സിന് ഇതറിയാം, അതുകൊണ്ടാണ് എല്ലാവരും 8 മിനിറ്റിന് മേലെയുള്ള വീഡിയോസ് ഉണ്ടാക്കുന്നത്. മിസ്റ്റർ ബീസ്റ്റ് പാവങ്ങളെ സഹായിച്ച് വീഡിയോസ് ഇട്ടപ്പോൾ അത് ട്രെൻഡിങ് ആയി. ആ ട്രെൻഡിങ് കണ്ടിട്ട് ഇന്ത്യയിൽ ഫുക്ര ഇൻസ എന്ന് പറഞ്ഞ യൂട്യൂബർ ഇതുപോലെ പാവങ്ങളെ സഹായിക്കാൻ തുടങ്ങി. അതും ട്രെൻഡിങ് ആയി. അത് കണ്ടിട്ട് കേരളത്തിലെ നിക് വ്ലോഗ്സ് ആളുകളെ സഹായിച്ചിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങി. അത് ട്രെൻഡിങ് ആയപ്പോൾ സഞ്ജു ടെക്കി, മല്ലു ഫാമിലി എത്ര പേരാണ് ആളുകൾക്കൊക്കെ പൈസ കൊടുത്തിട്ട് വീഡിയോസ് ഇടുന്നത്. അവരെന്തോ നന്മ ചെയ്യുന്ന പോലെ ബേസിക്കലി ഓഡിയൻസിനെ മാനിപ്പുലേറ്റ് ചെയ്യണം അവർ. ഓൾ ദേ വാണ്ട് ഈസ് റീച്ച്. നിങ്ങൾ ഫാമിലി വ്ലോഗേഴ്സിന്റെ ചാനൽസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആഴ്ചയിൽ ഓരോ കോൺട്രവേഴ്സീസ് ആണ്. കാരണം അവർക്കറിയാം കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയാലാണ് പൈസ കൂടുതൽ കിട്ടുള്ളൂ എന്ന്. ഈ ചാനൽ ഒരു മാസം ഏൺ ചെയ്യുന്നത് 26 ലക്ഷം രൂപയാണ്. പ്രൊമോഷൻ കൂടി ആഡ് ചെയ്ത് പറഞ്ഞാൽ ഒരു 36 ലക്ഷം രൂപ വരും. ഈ കോൺട്രവേഴ്സി നടന്നപ്പോൾ നിങ്ങൾ എന്താ ചെയ്തത്? ഒരു ഗ്രൂപ്പ് ആളുകൾ അവന്റെ അക്കൗണ്ടിൽ പോയി തെറി വിളിച്ചു, മറ്റേ ഗ്രൂപ്പ് ആളുകൾ മറ്റവന്റെ അക്കൗണ്ടിൽ പോയി തെറി വിളിച്ചു. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അവർ 2 ലക്ഷക്കണക്കിന് പൈസ ഉണ്ടാക്കി നിങ്ങളുടെ വാല്യുബിൾ ടൈം നിങ്ങൾ വേസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഇവരുടെ വീഡിയോസ് കാണണ്ടെന്നല്ല, എല്ലാം ഡ്രാമയാണെന്ന് മനസ്സിലാക്കുക. ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി കാണാം. സർക്കസിലെ ജോക്കറിനെ കാണുന്ന പോലെ. ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണൽ ബിക്കോസ് ദേ ആർ ഏർണിംഗ് മണി ആൻഡ് യു ആർ ജസ്റ്റ് വേസ്റ്റിംഗ് യുവർ ടൈം. ഇവരുടെ മെയിൻ ശക്തി എന്ന് പറയുന്നത് യൂട്യൂബിലെ കുടുംബശ്രീ ഓഡിയൻസ് ആണ്. യൂട്യൂബിനകത്ത് ഇപ്പൊ യങ്ങർ ഓഡിയൻസേ ഇല്ല, യങ്ങർ ക്രിയേറ്റേഴ്സും ഇല്ല. എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. യൂട്യൂബിനകത്ത് ഏജ്ഡ് ആയിട്ടുള്ള ഓഡിയൻസ് വരുമ്പോൾ യങ്ങർ ഓഡിയൻസ് സ്വാഭാവികമായി പോവും. ഫേസ്ബുക്കിന് ഇത് തന്നെയാണ് സംഭവിച്ചത്. കേരളത്തിൽ യൂട്യൂബിന് മാത്രമാണ് ഈ പ്രശ്നമുള്ളൂ. തമിഴ്നാട്ടിലും ഹിന്ദിയിലൊക്കെ കുറച്ച് സ്ട്രോങ് കമ്മ്യൂണിറ്റി എങ്കിലും ഉണ്ടെന്ന്. നമ്മുടെ എത്ര OG ക്രിയേറ്റേഴ്സ് ഇപ്പോഴും വീഡിയോ ഇടുന്നുണ്ട്. വിരലിൽ എണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ. കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഒരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അതിന് കിട്ടുന്ന അതേ വ്യൂസ് ഒരു പ്രഗ്നൻസി വ്ളോഗിന് കിട്ടും. അതിന് കിട്ടുന്ന കൈ പൈസയും. അതുകൊണ്ടാണ് ആളുകൾക്ക് മോട്ടിവേഷൻ ഇല്ലാത്ത. അതുകൊണ്ടാണ് പഴയ OG ക്രിയേറ്റേഴ്സ് ഒന്നും ഇപ്പോൾ യൂട്യൂബിനകത്ത് വീഡിയോ ഇടാത്തത്. ഒബ്വിയസ്ലി ഈ വീഡിയോക്കകത്ത് ഒരുപാട് നെഗറ്റീവ് കമന്റ് ഉണ്ടാവും. എൻ്റെ ചാനലിൽ തന്നെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റ് ഉള്ള വീഡിയോ ചിലപ്പോൾ ഇതായിരിക്കും. കുടുംബശ്രീ ചേച്ചിമാരെ എന്നെ വെറുതെ വിടുന്നു തോന്നുന്നില്ല. എന്തായാലും എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. എന്നോട് യോജിക്കുന്നവർക്ക് യോജിക്കുക, എന്നെ ഇഷ്ടപ്പെടാത്തവർക്ക് എന്നെ ഇഷ്ടപ്പെടേണ്ട, കുഴപ്പമില്ല. എൻ്റെ അടുത്തൊരു കിടിലൻ വീഡിയോയിൽ കാണാം ഗൈസ്.
ടാറ്റ ബൈ ബൈ.